ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾക്ക് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കാണ് കൊല്ലത്തേക്ക് വരുന്നത്. അവിടെയാണ് അച്ഛൻ്റെ വീട്. അപ്പം ഫ്രണ്ടിൽ ചെറുതായിട്ട് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെത്തി വൃത്തിയാക്കുകയും ചെയ്യും. പിന്നെ സമയമില്ലാത്തപ്പോൾ അത്രയ്ക്ക് ഇതായിട്ട് ചെയ്യത്തില്ല. പിന്നെ ജസ്റ്റ് ഇത് ഈ ഫ്രണ്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു കിണറൊക്കെ ഉണ്ട്. അതാണ് ഫ്രണ്ട് ഒരു വശം കാണുന്നത്. പിന്നെ വൃത്തിയാക്കിയിട്ട് പോകുമ്പോഴായാലും വീണ്ടും ഇതാവും. ഞങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ കയറുന്നത് ആടുന്നു. ഓണം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്തെങ്ങാണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു ഈ വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വീഡിയോ എടുത്ത ദിവസം അച്ഛൻ്റെ അനിയൻ മരിച്ചിട്ട് 2 വർഷം ആയ ദിവസമായിരുന്നു. ആ ദിവസത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വന്ന ദിവസം ഞാൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തതായിരുന്നു. അപ്പം ഞാൻ വീടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇട്ടുന്ന സമയത്ത് ആയതുകൊണ്ട് ഞാനത് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ സിറ്റ് ആയിട്ടുണ്ട്. അകത്തത്തെ ഇതുപോലെ ഹോളുണ്ട്. അത്യാവശ്യം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഹോളിനകത്ത് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, ടീപ്പോയൊക്കെ ഉണ്ട്. പഴക്കമുള്ള വീടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് താമസിക്കുന്നത് മതിയല്ലോ. അങ്ങനെ ചെയ്യുന്ന മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അകത്ത് വരും. ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അത് മുകളിൽ ഡാം പ്രൂഫൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, ഡാം പ്രൂഫല്ല, വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാവും. അത് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇത് അച്ഛൻ കുറേ ബുക്സൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ മുകളിലിരിക്കുന്ന ഫോട്ടോ കല്യാണത്തിന് എൻ്റെ കൊച്ചിൻ്റെ മോൻ എനിക്ക് ചെയ്തു തന്ന ഫോട്ടോ ആയിരുന്നു. അവൻ പ്രിൻ്റൊക്കെ എല്ലാം ഇത് ഫ്രെയിം ചെയ്തെടുത്ത് തന്നതായിരുന്നു. പിന്നെ ഇവിടുത്തെ അനിയൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെ അനിയൻ. അവൻ എന്നെക്കാൾ 1 വയസ്സിനെങ്ങാണ്ട് മൂത്തതാണ്. അപ്പോൾ അവന് വയ്യായ്കയായിരുന്നു. അങ്ങനെയാണ് മരിച്ചു പോയത്. 2 വർഷമായി അവൻ മരിച്ചിട്ട്. പിന്നെ ഇതാണ് വീടിനകത്തുള്ള ബാത്റൂം. ഇവിടെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണിത്. ഇതിനകത്ത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും നല്ല വലിപ്പമാണ്. പിന്നെ പണ്ടത്തെ മോഡൽ തന്നെ ഡോറിൽ മറ്റേ ഗ്ലാസ് വരത്തില്ല, മിറർ, അതുകൂട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ല, നല്ല വലിപ്പമുണ്ട്. ആ തടി എന്തിനാണ് താഴെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാത്റൂമിനകത്ത് പണ്ടത്തെ കൂട്ടൊരു ഹോളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനുള്ളിലൂടെ ഒന്നും ഇഴഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് അതിനകത്ത് കുത്തി വെച്ചിട്ട് പോകും, ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഈ വാഷ് ബേസിൻ പണ്ടത്തെ മോഡൽ, പഴയ മോഡൽ, ഒരു കുഞ്ഞ് വാഷ് ബേസിനാണ്. അത്യാവശ്യം പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് വാഷ് ബേസിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ കിച്ചണാണ്. കിച്ചണിലും സ്ലാബൊക്കെ പോയിരിക്കുകയാണ്. അതൊക്കെ ഇനി പണിയൊക്കെ ചെയ്യാനുണ്ട്, വീണ്ടും റിസ്റ്റോർ ചെയ്യാനുണ്ട്. അമ്മിക്കല്ലുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ മമ്മിയും കൂടെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ അമ്മിക്കല്ലൊക്കെ യൂസ് ചെയ്യും. ഇവിടെ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അധികം കുക്ക് ചെയ്യാറില്ല. ഇതുപോലെ അടുപ്പിൽ കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്. അതുകൊണ്ട് പാടായതുകൊണ്ട് അധികം കുക്ക് ചെയ്യാറില്ല. വല്ലപ്പോഴും തന്നെയാണ്, അതായത് വന്നു കഴിഞ്ഞാലും കുറച്ച് ദിവസമേ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വാങ്ങാത്തത്.
പിന്നെ ഇത് വർക്ക് ഏരിയയാണ്. കുറച്ച് വിറകൊക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം തുണിയൊക്കെ ഇതിനകത്ത് ഉണക്കാനിടും. പുറത്തിട്ടാലും നമുക്കിപ്പം 2 ദിവസത്തിനകത്ത് ഉണങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ വിരിച്ചിട്ട് പോവാറ്. അങ്ങനെ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വിറകും ഇതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഈ ബെഡ്റൂമിലെല്ലാം ഡോറ് ശരിയാക്കാനുണ്ട്. കാര്യം നമ്മൾ ഈ മഴക്കാലവും വേനൽക്കാലവും മാറി മാറി ഇങ്ങനെ വരുന്ന സമയത്ത് ഡോറിനൊരു പുളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഡോറ് ഭയങ്കര ഇതായിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം കൂടുതൽ ദിവസം നിൽക്കുന്ന ദിവസം ആശാരിയെ വിട്ട് പണിയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ അത് ക്ലോസ് ആകത്തുള്ളൂ. ഇതാണ് ഒരു ബെഡ്റൂം. എൻ്റെ അമ്മച്ചിയൊക്കെ അത് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചില സമയം അമ്മച്ചിയൊക്കെ വരുമ്പോൾ അവരൊക്കെ ഈ റൂമിലാണ് കിടക്കുന്നത്. 3 ബെഡ്റൂം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കിടക്കാൻ സ്പേസ് ഉണ്ട്, അതിന് ദാരിദ്ര്യമൊന്നുമില്ല. പിന്നെ ഇത് ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. പഴയ ഡൈനിങ് ടേബിളാണതൊക്കെ. പിന്നെ ഇതേ ആ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഡോറ് വലിയ കുഴപ്പമില്ല. പുറത്ത് ഒരു കൊളുത്തൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പൂട്ടാൻ പറ്റും, കുഴപ്പമില്ല. ആ ഒരു ബെഡ്റൂം മാത്രമേ കുഴപ്പമുള്ളൂ. പിന്നെ ഇതും പഴയ കട്ടിലൊക്കെ തന്നെയാണ്. നല്ല പഴയ കട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, ചീത്തയാവാതെ തന്നെ കിടപ്പുണ്ട്. നല്ല മെത്തയൊക്കെ വാങ്ങിയിട്ടാൽ കുറച്ചുകൂടെ നന്നായിട്ട് കിടക്കും. പഴയ മെത്ത തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഷോക്കേസ് ഉണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ റൂമിനകത്ത് ഷോക്കേസ് വെക്കാറില്ലല്ലോ, അലമാര വെക്കുമായിരിക്കും. ഇതിനകത്ത് പക്ഷേ ഷോക്കേസ് പോലെയുണ്ട്. അച്ഛൻ്റെ പഴയ സ്പീക്കറും ബാക്കി എന്തൊക്കെയോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരാൾ നിന്ന് കളിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി വരുന്നത് ഞങ്ങളുടെ റൂമാണ്. ഈ റൂമിനകത്ത് പുതിയ കട്ടിലാണ് ഇട്ടേക്കുന്നത്. കല്യാണത്തിന് എനിക്ക് വീട്ടിൽ നിന്ന് തന്ന കട്ടിലും മെത്തയൊക്കെ ആയിരുന്നു ഇത്. അപ്പം ഈ റൂമിൽ പുതിയ കട്ടിലുള്ള, പിന്നെ ഫാനൊക്കെ പഴയത് തന്നെ, നല്ല വർക്കിംഗ് ആണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീട് ഇതാണ്. അത്യാവശ്യം നന്നായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. പിന്നെ കുറച്ച് സ്വിച്ച് ബോർഡും അങ്ങനെയൊക്കെ കുറച്ച് പണികൾ ഇപ്പോഴും ചെയ്യാനുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പഴക്കമുള്ള വയറിങ് ഇല്ലേ, അപ്പം കുറേയൊക്കെ അത് ചീത്തയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് പണിയാനൊക്കെ ഉണ്ട്. ഈ അലമാര പുതിയതാണ്, എനിക്ക് വീട്ടിൽ നിന്ന് തന്ന അലമാരയാണ്. ഇത് മാച്ചച്ചൻ്റെ മമ്മി ഉണ്ടായിരുന്നപ്പോഴേ ഉള്ള അലമാരയാണ്, ഇത് പഴയതാണ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീട്. ഇടയ്ക്കിടയ്ക്ക് ഹോം ടൂർ എടുക്കണം എന്നിങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിലും വീട് അത്ര വലിയ ക്ലീൻ അല്ലാതെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ഇത്തവണ നന്നായിട്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ടതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.